ഹായ് സ്റ്റുഡൻസ്, വെബ് പേജിലേക്ക് എങ്ങനെയാണ് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. എ വെബ് പേജ് റിലേറ്റഡ് ടു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് ഗീവൺ ആസ് AI technology.html in the AI tech folder in exam documents 10. Open this page in a text editor and add external styles to make the page attractive as shown in the model. Do this activity by including the style1.css file given in the AI tech folder to the web page. Before doing the activity, copy the file style1.css to exam 10 folder. Save the modified AI technology.html file using the save as option in the exam 10 folder in home with your register number _ question number as file name. Then open and display this file in a web browser. അപ്പോൾ ഇതിൻ്റെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യനും കൂടി നോക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട ഒരു വെബ് പേജ് ഹോമിലെ എക്സാം 10ലുള്ള AI ടെക് എന്ന ഫോൾഡറിൽ AI technology.html എന്ന പേരിൽ നൽകിയിരിക്കുന്നു. ആ ഫയൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പം എക്സാം ഡോക്യുമെൻറ്റ്സ് 10ൽ ഈ പറയുന്ന ഫോൾഡർ ഇവിടെ തന്നിട്ടുണ്ട്. AI ടെക് എന്ന ഫോൾഡറാണ്. ആ ഫോൾഡറിൽ ഈ പറയുന്ന AI technology.html അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഇതിലൊരു സ്റ്റൈലും ആഡ് ചെയ്യാത്ത ഒരു ജസ്റ്റ് ടെക്സ്റ്റ് മാത്രമുള്ളൊരു വെബ് പേജാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സ്റ്റൈൽ ആഡ് ചെയ്യണം. ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇതിൻ്റെ അകത്തുള്ള style1.css എന്ന് പറയുന്ന ഒരു ഫയലുണ്ട്. ഈ ഫയലിനെ ഈ ഒരു സ്റ്റൈൽ ഷീറ്റിനെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ലിങ്ക് ചെയ്യണം. അപ്പോൾ അതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ പേജ് ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്ന് എക്സ്റ്റേണൽ സ്റ്റൈലുകൾ ഉൾപ്പെടുത്തി നൽകിയ മാതൃകയിലെ പോലെ വെബ് പേജ് ആകർഷകമാക്കുക. എക്സാം ഡോക്യുമെന്റ്സ് 10ലെ AI ടെക് എന്ന ഫോൾഡറിൽ നൽകിയിട്ടുള്ള style1.css എന്ന ഫയൽ വെബ് പേജിലേക്ക് ഉൾപ്പെടുത്തിയിട്ടാണ് പ്രവർത്തനം ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അത് ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് style1.css എന്ന ഫയൽ എക്സാം 10ലേക്ക് കോപ്പി ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു HTML ഫയൽ എവിടെയാണോ സേവ് ചെയ്യുന്നത് അതേ സ്ഥലത്ത് തന്നെ എന്തും സേവ് ചെയ്യണം. ഈ പറയുന്ന സ്റ്റൈൽ ഷീറ്റും നമ്മൾ സേവ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഈ പറയുന്ന സ്റ്റൈൽ ഷീറ്റ് സെലക്ട് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്കിൽ കോപ്പി. ഇനി നമ്മൾ ഹോമിൽ എക്സാം 10 എന്ന പറയുന്ന ഫോൾഡറിലേക്കാണ് സേവ് ചെയ്യുക. അപ്പോൾ ഇവിടേക്കാണ് നമ്മളത് പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ സ്റ്റൈൽ ഷീറ്റ് ഞാനിവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പറയുന്ന ഫയൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. AI ടെക് ഫോൾഡറിലുള്ള AI technology.html എന്നുള്ള ഫയൽ. അപ്പോൾ അതിനായിട്ട് ഹോം എടുത്തു. എക്സാം ഡോക്യുമെൻറ്റ്സ് 10ൽ AI ടെക്കിലുള്ള ഈ AI technology.html എന്നുള്ള ഫയലിൻ്റെ കോഡ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ അതിനായിട്ട് സെലക്ട് ചെയ്തു. റൈറ്റ് ക്ലിക്കിൽ ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ, ഇതിൽ ടെക്സ്റ്റ് എഡിറ്റർ സെലക്ട് എടുത്തു. അപ്പോൾ ഇവിടെ ഈ ടൈറ്റിലിന് തൊട്ട് താഴെയുള്ള ഹെഡ് കഴിഞ്ഞ് ടൈറ്റിൽ കഴിഞ്ഞിട്ടുള്ള ഇവിടെയാണ് നമ്മൾ സ്റ്റൈൽ ഷീറ്റിൻ്റെ കോഡ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട് സ്റ്റൈൽ ഷീറ്റിൻ്റെ കോഡ് എന്താണെന്നുള്ളത്. അപ്പോൾ ഈ കോഡ് നമ്മൾ ഈ ഒരു ലൈൻ മാത്രം അവിടെ ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ഈ തന്നതുപോലെ തന്നെ ഈ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. ടാഗ് കൊടുത്തു. ലിങ്ക് REL ഈക്വൽ ടു അതിൻ്റെ അകത്ത് സ്റ്റൈൽ ഷീറ്റ് എന്ന് കൊടുത്തു. ഇൻവേർട്ടർ കോമ ക്ലോസ് ചെയ്തു. സ്പേസ് ഇട്ടിട്ട് ടൈപ്പ് ഈക്വൽ ടു ഇൻവേർട്ടർ കോമ ടെക്സ്റ്റ് /CSS ഇൻവേർട്ടർ കോമ ക്ലോസ് ചെയ്തു. href എന്ന് പറയുന്നിടത്ത് ഈക്വൽ ടു കൊടുത്തിട്ട് നമ്മൾ ആ ഫയലിൻ്റെ നെയിം കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഫയലിൻ്റെ നെയിം style1.css എന്നാണ്. അതുപോലെ തന്നെ നമ്മളവിടെ ടൈപ്പ് ചെയ്യുന്നു style1.css. ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്തു. ടാഗ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മളിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നതുപോലെ നമ്മളിവിടെ ടൈപ്പ് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് സേവ് ചെയ്യുക. ഒന്നെങ്കിൽ ഇവിടെ ഫയൽ എന്ന് പറയുന്നിടത്ത് സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഈ 3 ലൈൻസിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഹോമിൽ എക്സാം 10ൽ ഈ പറയുന്ന .html എന്നുള്ളിടത്ത് നമ്മളിവിടെ നമ്മുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. _ question number 3 എന്ന് കൊടുത്തു. .html എന്ന് നിർബന്ധമായിട്ടും വേണം. സേവ് എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഈ ഫയലൊന്ന് വെബ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് exam 10 ഓപ്പൺ ചെയ്യുന്നു.
അതിൽ ഈ തന്നിരിക്കുന്ന ഫയൽ നമ്മളൊന്ന് വെബ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ ആ ഒരു ഫോർമാറ്റിലുള്ള ആ ഒരു മോഡലുള്ളൊരു വെബ് പേജ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.